ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ഡിഫറെൻ്റ് ആയിട്ട് മറ്റൊരു കമ്പനിയെക്കുറിച്ച് ഉള്ള ഒരു വീഡിയോ ആണ്. അതായത് റോയാലോ എന്ന് പറയുന്ന ഓൺലൈൻ ബിസിനസ് ആയിട്ടുള്ള ഒരു കമ്പനിയെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇതും ഓൾമോസ്റ്റ് അഡ്വർടൈസ്മെൻറ്റ് കണ്ടുകൊണ്ട് പൈസ മേടിക്കുന്ന ഒരു രീതിയിലായിരുന്നു ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. കുറേ മാസം നിർത്തി വെച്ചതിന് ശേഷം വീണ്ടും ഇപ്പോൾ തുടർന്ന് വീണ്ടും പ്രവർത്തിക്കുകയാണ്. അപ്പോൾ ഓൾറെഡി അക്കൗണ്ട് എടുത്തിട്ടുള്ളവർക്ക് റീബർത്ത് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആക്ടിവേറ്റ് ചെയ്ത് മുന്നോട്ട് വീണ്ടും തുടർ പ്രവർത്തനം ആരംഭിക്കാനുള്ള ഒരു സംഭവങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുതിയ ആൾക്കാർക്കൊക്കെ അക്കൗണ്ട് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അവർ പറയുന്ന പുതിയ പ്ലാനുകൾ ഒക്കെ വെച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനുള്ള എല്ലാം അവർ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ റീബർത്ത്, അതായത് ഓൾറെഡി വർക്ക് ചെയ്തുകൊണ്ടിരുന്നവർ റീബർത്ത് എടുത്തതിന് ശേഷം വിഡ്രോ ചെയ്ത് പൈസ ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള ഡീറ്റെയിൽസ് നോക്കിയാൽ യാതൊരു വീഡിയോ ഞാൻ കണ്ടില്ല. ഞാനും റീബർത്ത് ചെയ്തിട്ട് ഇപ്പോൾ വർക്കിംഗ് ആണ്. അപ്പോൾ നമ്മൾ പൈസ വിഡ്രോ ചെയ്യാൻ നോക്കുമ്പോൾ അതിൽ അവരുടെ പ്രോഡക്റ്റ് റീപർച്ചേസ് ചെയ്താൽ മാത്രമേ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അതായത് ഒരു തവണ നമ്മൾ അവരുടെ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുന്നുണ്ട്. അതായത് ഒരു പ്രാവശ്യം പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്താൽ മതി, പിന്നെ കണ്ടിന്യൂസ് നമുക്ക് എല്ലാ സാറ്റർഡേയും വിഡ്രോ ചെയ്യാമെന്നാണ് അവർ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ മാസം നിർത്തിയിട്ടിരുന്നത് കൊണ്ട് ഇനി ഇത് സത്യമാണോ, ഇനി അവർ വീണ്ടും പറ്റിക്കുകയാണോ എന്നുള്ള സംശയം എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് 1000 രൂപ കെട്ടിവെച്ച് അല്ലെങ്കിൽ 3000 രൂപ കെട്ടിവെച്ച് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നവരെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ആരും വിഡ്രോ വന്ന് പൈസ വന്നതായിട്ട് പ്രൂഫ് ഒന്നും കണ്ടില്ല. എന്നാലും ഞാനൊരു റിസ്ക് എടുക്കാമെന്ന് കരുതി അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ അവരുടെ പ്രോഡക്റ്റ് 1000 രൂപയ്ക്കുള്ള പ്രോഡക്റ്റ് മേടിച്ചതിന് ശേഷം എനിക്ക് ബോണസ് റിക്വസ്റ്റ് അല്ലെങ്കിൽ പൈസ വിഡ്രോ ചെയ്യാനുള്ള റിക്വസ്റ്റ് ചെയ്തോ അല്ല അതിനുശേഷം പൈസ എൻ്റെ ബാങ്കിൽ വന്നോ എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് കാണിച്ച് പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഒരു കാര്യം പറയാം. ഇതൊരു പ്രൊമോഷൻ വീഡിയോയോ അല്ലെങ്കിൽ ഞാൻ ഈ കമ്പനിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടോ പ്രൊമോട്ട് ചെയ്യുവാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന വീഡിയോ അല്ല. കാരണം എനിക്ക് യാതൊരു വിധമായ വിശ്വാസമില്ല. എനിക്ക് താഴെ വന്ന 2-3 പേരിൽ 2 പേർക്ക് അക്കൗണ്ട് അവർ റീബർത്ത് ചെയ്ത് ആക്ടിവേറ്റ് ചെയ്തിട്ടില്ല. അവിടെ ഞാൻ പറ്റിക്കപ്പെട്ടു എന്ന് തന്നെ ഞാൻ പറയാം. ഒരു അക്കൗണ്ട് മാത്രമേ ഇപ്പോൾ ആക്ടിവേറ്റ് ആയിട്ടുള്ളൂ. അങ്ങനെ ഒരുപാട് പേർക്ക് നേരത്തെ വർക്ക് ചെയ്തിരുന്ന ആ സ്കീമൊക്കെ നഷ്ടമായിട്ടുണ്ട്. എനിക്കും ഡെയിലി 50 ആയിരുന്നു, ഇപ്പം 36 അവർ തന്നുകൊണ്ടിരിക്കുന്നത്. ഡെയിലി 36, അത് ലിമിറ്റുണ്ട്. 180 ദിവസമാണെന്ന് തോന്നുന്നു ലിമിറ്റുണ്ട്. അതുവരെ 36 കിട്ടും. പിന്നെ റീപർച്ചേസ് ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഞാൻ താഴെ ഒരാളെ ആഡ് ചെയ്യണം. അങ്ങനെയുള്ള പുതിയ റൂൾസൊക്കെ വന്നിട്ടുണ്ട്. കാരണം ഇപ്പോൾ അവർ പറഞ്ഞത് പ്രോഡക്റ്റ് നമുക്കിഷ്ടമുള്ള പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ബോണസ് ഇൻകമാണ് നമ്മൾ വിഡ്രോ ചെയ്യുന്നത് എന്നുള്ള രീതിയിലാണ് കമ്പനി കൊണ്ടുവന്നിരിക്കുന്നത്. ചിലപ്പോൾ MLM പോലത്തെ കമ്പനികൾ തമിഴ്നാട് ഗവൺമെൻറ്റൊക്കെ നിരോധിച്ചത് കാരണം അവർ പുതിയൊരു സെറ്റപ്പിൽ കൊണ്ടുവന്നതാണ്. അപ്പോൾ അതിനെ ഞാനൊന്നും നെഗറ്റീവ് പറയുന്നില്ല. എന്നാലും എൻ്റെ താഴെ വന്ന 2 പേരുടെ അക്കൗണ്ട് ആക്റ്റീവ് ആകാത്തത് കൊണ്ട് പിന്നെ ഒരുപാട് പേരുടെ സ്കീം ഇപ്പോൾ എൻ്റെ അക്കൗണ്ടിലെ സ്കീം തന്നെ മാറി 50 രൂപ മാറി 36 മാത്രമാണ് ഡെയിലി തരുന്നത് കൊണ്ടും അങ്ങനെ ഇത്രയും മാസം അവർ പറഞ്ഞ ഡേറ്റിനേക്കാൾ ഉപരി ഒരുപാട് മാസങ്ങൾ എക്സ്ട്രാ എടുത്ത് കമ്പനിയെ വീണ്ടും ഓപ്പൺ ചെയ്തത് കൊണ്ടുമൊക്കെ എനിക്ക് നെഗറ്റീവായിട്ട് ഒരുപാട് കാര്യം ഇങ്ങനെ ഫീൽ ആയതുകൊണ്ട് ഞാൻ എന്തായാലും പ്രൊമോട്ട് ചെയ്യുന്ന പോലെ ചെയ്യുന്നില്ല. എനിക്ക് ഇതിൽ 1000 രൂപ ഞാൻ കൊടുത്ത് പൈസ കിട്ടിയോ ഇല്ലയോ എന്നുള്ളത് ഞാൻ തെളിയിച്ചത് കാണിക്കുകയാണ്. അതിനുശേഷം പൈസ നിങ്ങൾ മുടക്കിക്കൊണ്ട് വിഡ്രോ റിക്വസ്റ്റ് കൊടുക്കണമോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക. പിന്നെ റോയാലോ എന്ന കമ്പനിയിൽ, മാർക്കറ്റിംഗ് കമ്പനിയിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിലും നിങ്ങൾക്ക് മറ്റ് വീഡിയോസൊക്കെ കണ്ട് ജോയിൻ ചെയ്യണമെങ്കിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കോ മൊബൈൽ നമ്പറും ഞാൻ ഈ വീഡിയോയുടെ കൂടെ കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാനിനി കാണിക്കാൻ പോകുന്നത് ഞാൻ വിഡ്രോ റിക്വസ്റ്റ് ചെയ്തപ്പോൾ ചെയ്തു എന്താണ് തുടർന്നുണ്ടായ കാര്യങ്ങളെന്നൊക്കെയുള്ള കാര്യങ്ങൾ സൈഡിൽ കാണിച്ചുകൊണ്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാൻ റീബർത്ത് ആക്ടിവേറ്റ് ചെയ്തതിന് ശേഷം ഒരു നിശ്ചിത എമൗണ്ട് വന്നതിന് ശേഷം വിഡ്രോ റിക്വസ്റ്റ് കൊടുക്കാൻ നോക്കുമ്പോഴാണ് അതിൽ നിങ്ങളൊരു പ്രോഡക്റ്റ് വാങ്ങിയിരിക്കണം. ചെറിയ പ്ലാൻ എടുത്തിട്ടുള്ളവർ 1000 രൂപയും വലിയ പ്ലാൻ എടുത്തിട്ടുള്ളവർ 300 രൂപയ്ക്കുള്ള അവരുടെ പ്രോഡക്റ്റ് വാങ്ങണമെന്നുള്ളൊരു ഓപ്ഷൻ അവിടെ കണ്ടത്. അപ്പോൾ എനിക്ക് തന്നെ സംശയമായി, ഇനി വീണ്ടും ഞാൻ പൈസ മുടക്കണോ? ഓൾറെഡി തന്നുകൊണ്ടിരുന്നതിലും ചെറിയ എമൗണ്ടാണ് തന്നുകൊണ്ടിരിക്കുന്നത്. വീണ്ടും പൈസ മുടക്കിയാൽ അതും നഷ്ടമാകില്ലേ എന്നുള്ളൊരു തോട്ട് എൻ്റെ ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ ഒരുപാട് വീഡിയോസ് റെഫർ ചെയ്തു. ആരെങ്കിലും പൈസ ഇങ്ങനെ പ്രോഡക്റ്റ് മേടിച്ചതിന് ശേഷം
മണി വിഡ്രോ ചെയ്യാനുള്ള റിക്വസ്റ്റ് വന്നുവോ, അവർക്ക് പിന്നെ പൈസ കിട്ടിയോ എന്നറിയാൻ വേണ്ടിയിട്ട്. പക്ഷെ ആരും അങ്ങനെ വീഡിയോ ഇട്ടതായിട്ട് ഞാൻ കണ്ടില്ല. ഒരുപാട് പേര് പൈസ കൊടുത്ത് പ്രോഡക്റ്റ് പർച്ചേസ് കൊടുത്തതായിട്ടൊക്കെ ഞാൻ വീഡിയോ കണ്ടു. ആരും റിക്വസ്റ്റ് കൊടുത്ത് പൈസ അവർക്ക് ബാങ്കിൽ കിട്ടിയതായിട്ടുള്ള വീഡിയോ ഞാൻ കണ്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ റിസ്ക് എടുക്കാമെന്ന് കരുതി. കാരണം 1000-ന് മുകളിൽ രൂപ എൻ്റെ അക്കൗണ്ടിൽ ഈ ദിവസവും 36 രൂപ വെച്ച് കണ്ട് 1000-ന് മുകളിലായിട്ടുണ്ടായിരുന്നു. ഈ 1000 രൂപ കൊടുത്തുകൊണ്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുമെന്നുള്ള ചിന്തയിലാണ് ഞാൻ വെയിറ്റ് ചെയ്തിരുന്നത്. അങ്ങനെ ഫെബ്രുവരി 28-ാം തീയതി ഞാൻ പർച്ചേസ് ചെയ്യുവാൻ വേണ്ടി ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ബാങ്കിലുള്ള അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള പൈസ കൊടുത്ത് വേണം പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യണം എന്നുള്ള കാര്യം എനിക്ക് വ്യക്തമായി. അതായത് നമ്മുടെ ഗൂഗിൾ പേയോ പേടിഎമ്മോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഓൺലൈൻ ട്രാൻസാക്ഷൻ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് അവർ കാണിക്കുന്ന ബാങ്ക് അക്കൗണ്ടുകളിൽ ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്ത് അതിൽ പൈസ അയക്കുക എന്നുള്ള ഓപ്ഷൻ മാത്രമേ അതിലുള്ളൂ. അങ്ങനെ ഞാൻ പേടിഎം വഴിയാണ് ഞാൻ 1000 രൂപ അവർക്ക് ഷെയർ ചെയ്തത്. അതായത് അവർ കാണിക്കുന്ന ഒരു ബാങ്ക് അക്കൗണ്ട് സെലക്ട് ചെയ്യുക, ആ ബാങ്ക് ഡീറ്റെയിൽസിലേക്ക് അല്ലെങ്കിൽ ആ ബാങ്കിലേക്ക് 1000 രൂപ അയച്ചു കൊടുത്ത് അതിൻ്റെ സ്ക്രീൻഷോട്ട് സഹിതം നമ്മൾ സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ പൈസ അയക്കുമ്പോൾ നമുക്കൊരു ID കിട്ടുന്നുണ്ട്. ബാങ്ക് വഴി ട്രാൻസ്ഫർ ചെയ്താലും അതിൻ്റെ ഒരു ID കിട്ടുന്നുണ്ട്. ആ ID മാനുവലായിട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. പൈസ അയച്ചതിൻ്റെ ഡീറ്റെയിൽസ് സ്ക്രീൻഷോട്ടായിട്ട് അവിടെ അപ്ലോഡ് ചെയ്യണം. അതിനുശേഷം ഒരു ദിവസത്തിന് ഉള്ളിലാണ് നമുക്ക് 1 വർക്കിംഗ് ഡേ എടുക്കും. അത് അവർ അക്സെപ്റ്റ് ചെയ്ത് നമ്മുടെ സ്റ്റേറ്റസ് നമുക്ക് നോക്കുവാൻ സാധിക്കും. അപ്പോൾ ഞാൻ അന്നത്തെ സ്റ്റേറ്റസ് എന്താണെന്നുള്ളത് ഇവിടെ കാണിക്കുന്നുണ്ട്. ഞാനിപ്പം അതിൻ്റെ സ്ക്രീൻ റെക്കോർഡൊക്കെ ചെയ്തു, വീഡിയോ ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. അതുകൊണ്ട് പ്രോപ്പറായിട്ട് ഞാൻ ഓർക്കുന്നില്ല എന്തൊക്കെയാണ് കാണിച്ചതെന്ന്. ഞാൻ എന്തായാലും സൈഡിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അന്നത്തെ സ്റ്റേറ്റസ് ഞാൻ നോക്കുമ്പോൾ പെൻഡിങ് എന്നോ അങ്ങനെ എന്തോ ആയിരുന്നു. അതിനുശേഷം അതൊരു വ്യാഴാഴ്ചയായിരുന്നു. പിന്നെ മാർച്ച് 1 വെള്ളിയാഴ്ച ഞാൻ പൈസ വിഡ്രോ ചെയ്യാനുള്ള റിക്വസ്റ്റ് നോക്കാൻ പോകുമ്പോൾ എനിക്ക് പെൻഡിങ് മാറി അവർ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ കൊടുത്ത 1000 രൂപ പ്രോഡക്റ്റ് വാങ്ങാനുള്ള 1000 രൂപ അവർ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ പൈസ റിക്വസ്റ്റ് കൊടുക്കാൻ അല്ലെങ്കിൽ വിഡ്രോ റിക്വസ്റ്റ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഇല്ലായിരുന്നു. വളരെ വ്യക്തമായി അവർ എഴുതിയിരുന്നു, ശനിയാഴ്ചകൾ മാത്രമേ നമുക്കിനി പൈസ വിഡ്രോ റിക്വസ്റ്റ് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. കൊടുത്തതിന് ശേഷം, അതായത് ശനിയാഴ്ച വിഡ്രോ റിക്വസ്റ്റ് കൊടുത്തതിന് ശേഷം വരുന്ന വ്യാഴാഴ്ചയ്ക്കുള്ളിൽ പൈസ നമ്മുടെ ബാങ്കിൽ വരുമെന്നുള്ളത് അവരുടെ വീഡിയോസിൽ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അടുത്ത ശനിയാഴ്ച, അതായത് മാർച്ച് 2-ാം തീയതി നോക്കുമ്പോൾ റിക്വസ്റ്റ് ചെയ്യുവാനുള്ള ഓപ്ഷൻ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പൈസ വിഡ്രോ റിക്വസ്റ്റ് കൊടുക്കാൻ പോകുമ്പോൾ അവർ തന്നെ ഓട്ടോമാറ്റിക് എനിക്ക് എത്ര രൂപ ഉണ്ടെന്നും അതിൽ നിന്നും 15% പോയതിന് ശേഷം എത്ര രൂപ കിട്ടുമെന്നും എന്നുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായി കാണിച്ചിട്ടുണ്ടായിരുന്നു. ഞാനും വളരെ സന്തോഷത്തോടെ വിഡ്രോ റിക്വസ്റ്റ് സബ്മിറ്റ് ചെയ്തു. അതായത് 1000 രൂപയ്ക്ക് അവരുടെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തതിന് ശേഷം പൈസ നമ്മുടെ അക്കൗണ്ടിലുണ്ടായിരുന്ന ബോണസ് എമൗണ്ട് വിഡ്രോ റിക്വസ്റ്റ് കൊടുക്കാനുള്ള ഓപ്ഷൻ സക്സസ്ഫുൾ ആയിട്ട് എനിക്ക് ലഭിച്ചു. ഞാൻ റിക്വസ്റ്റ് കൊടുക്കുകയും ചെയ്തു. ഇനി നമ്മൾ വ്യാഴാഴ്ച വരെ വെയിറ്റ് ചെയ്യണം. എന്നാലും ഞാൻ ഓരോ ദിവസവും വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, നോക്കുന്നുണ്ടായിരുന്നു ബാങ്ക് ഡീറ്റെയിൽസ്. ചിലപ്പോൾ നമ്മുടെ ബാങ്കിൽ നിന്ന് SMS വരത്തില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ അക്കൗണ്ട് ബാലൻസ് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ നാലാമത്തെ ദിവസം മാർച്ച് 4-ാം തീയതി, അതായത് 2-ാം തീയതി ഞാൻ റിക്വസ്റ്റ് കൊടുക്കുന്നു. 2 ദിവസം കഴിഞ്ഞ് 4-ാം തീയതി എനിക്ക് സക്സസ്ഫുൾ ആയിട്ട് SMS വന്നു. റോയാലോ മാർക്കറ്റിംഗ് കമ്പനിയിൽ നിന്ന് എൻ്റെ പൈസ, ഞാൻ വിഡ്രോ ചെയ്ത പൈസ എമൗണ്ട് ബാങ്കിൽ ക്രെഡിറ്റ് ആയിട്ട് ഉണ്ട് എന്നുള്ള SMS വന്നു. വളരെ സന്തോഷമായി, അത്ഭുതവും തോന്നി. ഞാൻ റിസ്ക് എടുത്തതാണ്, പോണെങ്കിൽ പോട്ടെ എന്ന് പറഞ്ഞിട്ട് ചെയ്തതാണ്. പക്ഷെ വളരെ സക്സസ്ഫുൾ ആയിട്ട് ബാങ്കിൽ പൈസയും വന്നിട്ടുണ്ട്. അവർ രൂപീകരിച്ചത് കൊണ്ടും പുതിയ രീതിയിൽ രൂപീകരിച്ചത് കൊണ്ടും വളരെ ആക്റ്റീവായിട്ട് പോകുന്നത് കൊണ്ടും വിശ്വസിക്കാം എന്നും തോന്നുന്നുണ്ട്. പക്ഷേ ഇത്രത്തോളം നെഗറ്റീവ് സൈഡുകൾ ഉള്ളത് കൊണ്ട് എനിക്ക് അത്രത്തോളം വിശ്വസിക്കാനും പറ്റുന്നില്ല. ഞാൻ ആരെയും അതിനുശേഷം ആഡ് ചെയ്തിട്ടുമില്ല. ഇനി താഴെ ആഡ് ചെയ്താൽ എനിക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എന്താണെന്നുള്ള കാര്യങ്ങളും എനിക്ക് വ്യക്തമല്ല. എന്നാലും എനിക്ക് വിഡ്രോ റിക്വസ്റ്റ് കൊടുത്ത് പൈസ വന്നിട്ടുണ്ട്. ഇനി ഞാൻ നാളെ ശനിയാഴ്ച അടുത്ത വിഡ്രോ റിക്വസ്റ്റ് കൊടുക്കുകയാണ്. ഞാൻ ഇന്ന് വീഡിയോ വെള്ളിയാഴ്ച റെക്കോർഡ് ചെയ്യുകയാണ്. ഇന്ന് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ നാളെ വിഡ്രോ റിക്വസ്റ്റ് കൊടുക്കുന്നത് ഞാൻ കാണിക്കുന്നില്ല. ഇല്ല, ശനിയാഴ്ചയാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ ശനിയാഴ്ച ഞാൻ വീണ്ടും പൈസ വിഡ്രോ റിക്വസ്റ്റ് കൊടുക്കുന്ന സ്ക്രീൻഷോട്ട് റെക്കോർഡ് കൂടെ ഞാൻ സൈഡിൽ കാണിക്കാം. അപ്പോൾ ശരി ഗായ്സ്, എനിക്ക് ഇത്രയേ ഉള്ളൂ. ഞാൻ പൈസ അവരുടെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനുള്ള എമൗണ്ട് സബ്മിറ്റ് ചെയ്തുകൊണ്ട് ഞാൻ ഏൺ ചെയ്ത ബോണസ് എമൗണ്ട് റിക്വസ്റ്റ് ചെയ്തു. പൈസ ബാങ്കിൽ വരികയും ചെയ്തു.
അത്രയേ ഉള്ളൂ എനിക്ക് നിങ്ങളോട് പറയാൻ. അപ്പോൾ ശരി ഗൈസ്, ഞാൻ ഒരു കാര്യം കൂടെ അവസാനം പറയട്ടെ. ഈ റൊയാലോ എന്ന കമ്പനിയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ഞാൻ കണ്ടതിൽ വെച്ച്, വർക്ക് ചെയ്തതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടവും ഒരുപാട് വിശ്വസിക്കുവാൻ കഴിയുന്നതുമായ കമ്പനി, ട്രസ്റ്റബിൾ കമ്പനി ആയിരിക്കുന്നത് നമ്മുടെ MyV3 Ad കമ്പനി തന്നെയാണ്. ഞാൻ ഇതിനു മുമ്പ് വീഡിയോ ഇട്ടിട്ടുള്ള, അല്ലെങ്കിൽ MyV3 Ad എന്ന കമ്പനിയെക്കുറിച്ച്, ബിസിനസ് മേഖലയിൽ MyV3 Ad കമ്പനിയെക്കുറിച്ചുള്ള വീഡിയോ മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ. കാരണം അത്രത്തോളം ഇൻകം ഞാൻ ജനറേറ്റ് ചെയ്തതുകൊണ്ടും ലഭിച്ചതുകൊണ്ടും ഒരുപാട് പേരുടെ ടെസ്റ്റിമണീസ് ഡയറക്റ്റ് കണ്ടതുകൊണ്ടും ആണ് ഞാൻ ആ വീഡിയോ ചെയ്തത്. അത്രത്തോളം ട്രസ്റ്റബിളും ബെറ്റർ ആയിട്ടുള്ള നല്ലൊരു ആപ്ലിക്കേഷനാണ് MyV3 Ads ആപ്ലിക്കേഷൻ. അപ്പോൾ MyV3 Ad ആപ്ലിക്കേഷനെ കുറിച്ച്, വർക്ക് ഫ്രം ഹോം എന്ന ആ ഒരു ബിസിനസ്സിനെ കുറിച്ച് അറിയാത്തവർക്ക് എൻ്റെ പ്രൊഫൈലിൽ ഞാൻ അതിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാവുന്നതേ ഉള്ളൂ. അതിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇട്ടിരിക്കാം. അപ്പോൾ എന്താണ്, വീട്ടിലിരുന്നു കൊണ്ട് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഓരോരുത്തർക്കും ഈ ഏതെങ്കിലും ആപ്ലിക്കേഷനൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്യുമ്പോൾ, മറ്റ് കമ്പനികളെ നിങ്ങൾ തേടി മറ്റ് കമ്പനിക്ക് പുറകിൽ പോകുമ്പോൾ MyV3 Ad എന്ന കമ്പനിയെക്കുറിച്ച് കൂടെ ഒന്ന് പഠിക്കുകയും മനസ്സിലാക്കുകയും കഴിയുമെങ്കിൽ ട്രൈ ചെയ്യുകയും ചെയ്യുക. എന്തായാലും ഈ വീഡിയോയിൽ എനിക്ക് ഇത്ര മാത്രമേ പറയാനുള്ളൂ. തുടർന്ന് എന്തെങ്കിലും നിങ്ങളുടെ സംശയങ്ങളും കമൻസും എല്ലാം നിങ്ങൾക്ക് ആർക്കെങ്കിലും MyV3 Ad നിന്നോ റൊയാലോയിൽ നിന്നോ അതിനുശേഷം പൈസ കിട്ടിയിട്ടുണ്ടെങ്കിലൊക്കെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ നെഗറ്റീവ് പോസിറ്റീവ് കമൻറ്റുകളാണ് മറ്റുള്ളവരെ ഒന്നുകൂടെ സ്ട്രോങ് ആക്കുകയും മനസ്സിലാക്കുകയും ചെയ്യിപ്പിക്കുന്നത്. സത്യസന്ധമായ കമൻറ്റുകൾ, നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. നമുക്ക് മറ്റൊരു വീഡിയോ കാണുന്നവരേക്കും ഗുഡ് ബൈ.